സുന്ദരി നീയും സുന്ദരൻ ഞാനും ചേർന്നിരുന്നാൾ പെരുന്നാള്. ഇതൊക്കെ ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് എപ്പോഴും. പെട്ടെന്നൊന്നും ദേഷ്യമൊന്നും വരില്ല, ഭയങ്കര കൂളാണ്. അപ്പൊ വീട്ടിലെപ്പോഴും ഒരു സമാധാനപരമായ അന്തരീക്ഷം ആഗ്രഹിക്കുന്ന ഒരാളാണ്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഇതൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഫീൽ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് കാണും, ഒരു വിഷമത്തിലേക്ക് പോകില്ല. അപ്പൊ അതെനിക്കൊരു നെഗറ്റീവായിട്ടും തോന്നാറുണ്ട്, പോസിറ്റീവായിട്ടും തോന്നാറുണ്ട്. കാര്യം ചില കാര്യങ്ങൾ നമ്മൾ വിഷമിക്കണമല്ലോ, അത് അങ്ങനെയല്ല. എനിക്ക് ഉറക്കമത്ത് കാരണം സംസാരിക്കാൻ പറ്റില്ല, ദേഷ്യത്തിൽ അങ്ങനെ ഒന്ന് നോക്കുള്ളൂ. അതായത് മറ്റേ സംഭവം ഉണ്ടല്ല, അത് ഇതിനകത്ത് ഇത് വേറെ സാധനങ്ങൾ. അതായത് അതാണ് റസാക്കിന്റെ കവാസാക്കി ഒരെമ്പോക്കി ഹലാക്കാക്കി ഒരങ്കുത്തി മരത്തടിയിൽ കവാസാക്കി 2 പീസാക്കി. ഇപ്പൊ പിള്ളേരെന്തെങ്കിലും കാര്യങ്ങളും മറ്റേ ഒന്ന് ആലോചിച്ച് നോക്കി എന്ന് പറയല്ലോ. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് കുറെ നാൾ കഴിഞ്ഞപ്പോ ഇത് തിരിച്ചിങ്ങടെ അടിക്കാൻ തുടങ്ങി. ഒന്ന് ആലോചിച്ച് നോക്കിയാ അത് നമ്മുടെ ചില സാധനങ്ങൾ അങ്ങനെ കിട്ടും. അയ്യോ, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല കേട്ടോ. ആ ഒരു സെന്റൻസ് പറയാ. നിങ്ങൾ മനസ്സിൽ കാണുന്ന ഇവന്റ് അത് ഏതുമായിക്കോട്ടെ, അതിനെ കൂടുതൽ കളർഫുൾ ആക്കാൻ കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി മൈൽ സ്റ്റോൺ ഇവന്റ്സ്, ബർത്ത്ഡേ പാർട്ടി, എൻഗേജ്മെന്റ്, കല്യാണം, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഏത് ഇവന്റ്സും കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നമുക്ക് മനോഹരമാക്കാം മൈൽ സ്റ്റോൺ ഇവന്റ്സിലൂടെ. നമസ്കാരം. മൈൽ സ്റ്റോൺ ഇവന്റ്സ് പ്രസൻസ് സുന്ദരി നീയും സുന്ദരം ഞാനുമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ള സുന്ദരി സുന്ദരനും എത്രയോ നാളുകളായിട്ട്, എനിക്ക് തോന്നുന്നു വർഷങ്ങളായിട്ട് സിനിമയും സീരിയലും ഒക്കെ കണ്ടോണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട 2 പേരാണ്. അതിനിടയിൽ രഹ്നനെ നവാസിക്ക് അങ്ങ് കൊണ്ടുപോയപ്പോ അത് കഴിഞ്ഞ് സീരിയലേക്ക് അങ്ങ് നിർത്തി കഴിഞ്ഞപ്പോൾ കുറെ പേർക്ക് മനസ്സ് വിഷമിപ്പിച്ചു. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട നല്ല സുന്ദരി കൊടുക്കാനേം കൊണ്ട് അങ്ങ് പോയി. പിന്നെ സീരിയലും ഇല്ല, അഭിനയത്തിലേക്ക് ഒന്നും ഇല്ലാണ്ടെന്ന് കുറെ പേർ അന്ന് വിഷമിച്ചൊരു കാര്യമാണ്. എന്തൊക്കെയാണ് നിങ്ങളുടെ പുതിയ വിശേഷങ്ങൾ? ഈ ഒരു തിരിച്ചറിവ് ഇന്നിപ്പോ ഇക്കയും രഹനയോടെ ഇരിക്കുമ്പോ കുറെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ടാണ്. സുന്ദരനും സുന്ദരി എന്ന് പറഞ്ഞപ്പോ ഇറങ്ങി ഓടിയാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ടൈറ്റിൽ പ്രതീക്ഷിച്ചില്ല. അതാണ്, നല്ലൊരു സുന്ദരിയും സുന്ദരിക്കകത്ത് ചക്കിക്കത്ത ചങ്കരനുമാണ്. പിന്നെ എന്താണ് കുഴപ്പം? നവാസിക്ക് ഇപ്പൊ പണ്ടത്തെക്കാളും കുറെ കൂടെ യങ് ആൻഡ് സ്മാർട്ടായി. കുറച്ചുണ്ട്. നമ്മളിപ്പോ നമ്മള് പ്രധാന വിശേഷം എന്ന് പറഞ്ഞത് നമ്മുടെ സിനിമ തന്നെയാണ്. ഇഴ എന്നാണ് പടത്തിന്റെ പേര്. എന്തുകൊണ്ട് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ ആ പ്രൊജക്ടിലേക്ക് എത്തി? അതിനെ കുറിച്ച് ആദ്യം പറയും. അല്ല, അതിലേക്കാണ് വരുന്നത്. അത് നമ്മൾ വളരെ യാദൃശ്യമായിട്ട് സംഭവിച്ചതാ. ഇത് സിറാജ് റസ എന്ന് പറഞ്ഞ ആളാണ് ഇതിന്റെ ഡയറക്ടർ, റൈറ്റർ എല്ലാം. അദ്ദേഹം തന്നെ അതിന്റെ മ്യൂസിക് കേട്ടോ. പുള്ളിയൊരു അത്യാവശ്യം എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. പുള്ളി വേഷം ചെയ്തിട്ടുമുണ്ട്. അപ്പോ പുള്ളി വന്നിങ്ങനെ സമീപിച്ചപ്പോ നമ്മള് വേറെ എന്തെങ്കിലും ക്യാരക്ടർ ആയിരിക്കും എന്നുള്ള ധാരണയിലാണ്. അപ്പൊ പറഞ്ഞു ഇല്ല, മെയിൻ സംഭവമാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഒരുപാട് ആദ്യം ലിസ്റ്റ് ഇടുമ്പോ പലവരെയും നമ്മളിങ്ങനെ പോവല്ലോ, മെയിലിലേക്ക് പോയി പിന്നെ അവിടെ നിന്നാണല്ലോ ഇങ്ങോട്ട് വരിക. അപ്പൊ ഇവര് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഒരുപാട് അലഞ്ഞൊന്നുമില്ല. പിന്നെ വെച്ചാൽ ബിസിനസ് ഒരു ആവശ്യമായതുകൊണ്ട് 1-2 പ്രാവശ്യമായിട്ടൊക്കെ നമ്മളിങ്ങനെ ഒരു അന്വേഷണം നടത്തി. പക്ഷേ പിന്നീട് വിചാരിച്ചതെന്ന് വെച്ചാൽ ഈ ക്യാരക്ടർ ഇങ്ങനെ വന്നാലും നമുക്കൊരു ബഡ്ജറ്റ് കുറച്ച് കൊണ്ടുപോകാൻ പറ്റും. കാരണം വെച്ചാൽ ഇതൊരു സീരിയസ് സബ്ജക്റ്റാണ്. അത് മാത്രമല്ല, നമുക്കിപ്പോൾ ഈ ആർട്ടിസ്റ്റുകളൊക്കെ ആണെങ്കിലും ഒരുപാട് പുതുമുഖങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. അത് ഈ കഥയ്ക്ക് ആവശ്യം അങ്ങനെയാണ്. കാരണം പരിചിതമായിട്ടുള്ള ഒരുപാട് ഫേസുകൾ പറ്റില്ല. പിന്നെ സ്ലാങ് അവർ ഉപയോഗിക്കുന്നത് പെരുമ്പാവൂർ സ്ലാങ് വെച്ചാണ്. അതിങ്ങനെ അധികം വന്നിട്ടില്ല സിനിമയിൽ. അപ്പം ഇങ്ങനെ കുറേ വ്യത്യസ്തമായ കാര്യങ്ങളുണ്ട്. പിന്നെ അപ്പോൾ ഈ മെയിൻ ക്യാരക്ടർ എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് പേടിയെന്ന് മാത്രമല്ല, നമ്മളിപ്പോൾ ഒക്കെ എന്തെങ്കിലും ക്യാരക്ടേഴ്സ് ചെയ്ത് പോകാന്നുള്ളൊരു അങ്ങനെ തീരുമാനിച്ചാണ് പോകുന്നത്. അപ്പോൾ ഇത് വായിച്ച് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. ബാക്കി എന്തെങ്കിലും കറക്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് പിന്നീട് ഇതാക്കാം. പക്ഷേ ഈ കണ്ടന്റ് ഇഷ്ടപ്പെടുമെന്ന് നോക്കുന്നു പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു. ഞങ്ങൾക്ക് വേറൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ രഹന വർക്ക് ചെയ്തിട്ട് കുറേ നാളായല്ലോ, കുറച്ച് വർഷമായിട്ട് അങ്ങനെ ചെയ്യാതിരിക്കുന്നതല്ലേ. അപ്പോൾ നിങ്ങളൊരു ജോഡിയായിട്ട് വരികയാണെങ്കിൽ അതിൻ്റെ ഫ്രഷ്നെസ് ഉണ്ടാവും. അങ്ങനെ കൂടി ഞങ്ങളുടെ മനസ്സിലുണ്ട്. അപ്പോൾ ഒന്ന് സംസാരിച്ച് നോക്കൂ എന്നുള്ള സംഭവം പറഞ്ഞു. അപ്പം ഞാനിതൊന്ന് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു. ഇവർ ഈ ഒരു കണ്ടന്റ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഇന്ന് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് എന്ന് തോന്നി. ഓക്കെ, അപ്പൊ എന്തായാലും ഇഴ സിനിമയുടെ ചിത്രത്തിന്റെ പേര്, ഇഴ എന്നുള്ള പേര് വരാനും അതിൻ്റെ ഉള്ള അർത്ഥവും അതും കൂടി ഒന്ന് പറയൂ. ഇഴ എന്ന് അതിൻ്റെ ടൈറ്റിൽ അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഇഴ
ഇത് ആയി കിടക്കുന്ന ഇപ്പൊ ഇഴഞ്ഞ് കിടക്കണത്. നമ്മളിപ്പോ മുടി നമ്മള് മെടഞ്ഞിടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, ആ രീതി തന്നെയാണ് അവർ ആ ടൈറ്റില് ചെയ്തു വെച്ചത്. അപ്പൊ നമ്മുടെ ലൈഫിൽ ഇപ്പോൾ ഭാര്യ ഭർത്തൃ ബന്ധം ആണെങ്കിലും കുടുംബാംഗങ്ങൾ എല്ലാവരും ആ ഒരു കൂട്ടുകുടുംബത്തിലൊക്കെ ഇഴഞ്ഞു കിടക്കുന്ന കുറെ കാര്യങ്ങളുണ്ടാവും. അതിപ്പോ സന്തോഷവും സങ്കടവും എല്ലാം ആ ഒരു ഉദ്ദേശിക്കുന്ന മീനിങ് അതാണ്. ഓക്കെ, അതാണ് സിനിമയുടെ ടൈറ്റില്. ഫെബ്രുവരി 7th റിലീസ് ആവുന്നു. ഓക്കെ, അപ്പൊ ഇപ്പൊ ഓൾറെഡി പാട്ടിനൊക്കെ മറ്റേ പാട്ടിനാണ് ടീസറാണ് ഇപ്പൊ 2 മില്യൺ എത്തിയിരിക്കുന്നത്. അപ്പൊ ട്രെയിലർ ഉടനെ ഇനിയിപ്പോ ഉണ്ടാവുമല്ലോ റിലീസ് ഒക്കെ അല്ലേ? ഓക്കെ, ശരി. അപ്പൊ നമ്മൾ അങ്ങനെ സിനിമയുടെ വിശേഷങ്ങൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇനി നമുക്ക് ഇക്കയുടെ അടുത്തും ഡൈനയുടെ അടുത്ത് നമുക്ക് ഒരു സെഗ്മെന്റിലേക്ക് പോവാം. സുന്ദരി നീയും സുന്ദരി ഞാനും എന്റെ ഒരു സെഗ്മെന്റ്. യെസ്, അങ്ങനെയൊക്കെ ഉണ്ട്. നോക്കട്ടെ. ഓക്കെ, അപ്പൊ നമ്മൾക്ക് സെഗ്മെന്റിലേക്ക് പോവാം. സെഗ്മെന്റിൽ രണ്ടുപേരും ഐശ്വര്യപൂർണ്ണമായിട്ട് ഇതൊക്കെ അങ്ങ് വാങ്ങിച്ചോളൂ. പെന്നും ബോർഡും കാര്യങ്ങൾ ഇറേസറും ഒക്കെയാണ്. നിങ്ങളുടെ മനപ്പൊരുത്ത് അല്ലെങ്കിൽ പരസ്പരം എത്രത്തോളം അറിയാം, ഇതൊക്കെയാണ് ഇന്നിപ്പോ നോക്കാൻ പോണേ. ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് അതൊക്കെ നമുക്ക് നോക്കട്ടെ. നമുക്ക് പരാജയപ്പെടുവോ എങ്ങനെ വേണേലും അത് പിടിച്ചോളൂ. എങ്ങനെയാണേലും എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ടിപ്പോ? അത് ഞങ്ങള് പറയില്ല. അതെന്താ ഏജ് പുറത്തോ? ഞാൻ കല്ല് ദൈവമേ ഇതിന് താഴെ ബോക്സിൽ വരുന്ന ഏജ് എന്നാണ്. ഓക്കെ, മോൾക്ക് 19 വയസ്സ്, ഞങ്ങളുടെ കല്യാണം 5 വർഷം. അതാണ് കൊള്ളാവുന്ന കാര്യങ്ങള്. ഓക്കെ, അപ്പൊ എന്തായാലും കല്യാണം കഴിഞ്ഞു. പരസ്പരം നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായി, എന്തൊക്കെയാ നിങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇഷ്ടങ്ങളും കുറവുകളും ഒക്കെ അറിയാവോ എന്നറിയാനുള്ള ചെറിയ ഒരു ഗെയിം മെയ്ഡ് ഫോർ ഈച്ച് അതർ. ഒന്നും നടക്കില്ല. കോപ്പി അടിച്ചു കഴിഞ്ഞാൽ അപ്പൊ പനിഷ്മെന്റ് ആണ്. പിന്നെ ബാക്ക് ടു ബാക്ക് പനിഷ്മെന്റ് ഒരു തരത്തിലും നിങ്ങൾ തമ്മിൽ ചേരുന്നില്ല എന്നുണ്ടെങ്കിൽ പനിഷ്മെന്റ് വേറെ ഉണ്ടാവും. കറക്റ്റ് ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദേ നല്ല ഫ്രഷ് നല്ല രാപ്പിളുണ്ട്, ഇത് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക അല്ലെ? കത്തിയൊക്കെ ഉണ്ട്, നിങ്ങളെ കൊണ്ട് കഴിപ്പിച്ചിട്ടേ വിടുള്ളൂ. ഓക്കെ, അപ്പോൾ ശരി, നമുക്ക് നോക്കാം. ഫസ്റ്റ് ചോദ്യം നോക്കരുത്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. നവാസിക്ക ഒരു ദിവസം ഏറ്റവും കൂടുതൽ തവണ ഉപയോഗിക്കുന്ന ഒരു മലയാള വാക്ക് അതെന്തായിരിക്കും? പറയരുത് കേട്ടോ, ക്ലൂ ഒന്നും കൊടുക്കരുത്. നവാസിക്ക ഒരു ദിവസം ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു മലയാളം വാക്ക് അതെന്താണ്? മലയാളം വാക്ക് നമ്മൾ സംസാരിച്ചോണ്ടിരിക്കല്ലേ അതിന്റെ ഇടയ്ക്ക്. അല്ല, എന്നാലും ചിലർക്കുണ്ട് ഒരു റിപ്പീറ്റ് ചെയ്ത് സംസാരത്തിൽ ഏറ്റവും കൂടുതൽ പറയുന്ന ചില ആൾക്കാർക്കുണ്ട് അങ്ങനെ ഒന്ന്. അങ്ങനെ നവാസ്കാക്കില്ല, പക്ഷെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് പറയണ്ട എഴുതിയാ മതി. ക്ലൂ ഒന്നും വേണ്ട, അങ്ങ് എഴുതുക. നോക്കട്ടെ രണ്ടുപേരും കറക്റ്റ് ആയിട്ടാണ് പറയുന്ന വാക്കല്ലേ? അത് തന്നെ. നമ്മൾ സാധാരണ സംസാരിക്കുമ്പോ ചില ആൾക്കാർക്കുണ്ട് ഫ്രീക്വന്റ് ആയിട്ട് ഒരേ ഒരു സാധനം എന്ത് സംസാരിച്ചാലും അവര് പറയുന്നുണ്ടോ? ഇല്ല. എന്നാലും എന്തെങ്കിലും ഒന്ന് എഴുത്. നമുക്ക് പനിഷ്മെന്റ് ഉണ്ടെന്ന് വിഷമിക്കേണ്ട. നമുക്ക് തുടങ്ങുമ്പോ തന്നെ പനിഷ്മെന്റിലേക്ക് പോവാം. അത്രേ ഉള്ളൂ. റെഡി? ഓക്കെ, രണ്ടുപേരും ടേൺ ചെയ്തോ. നമുക്ക് നോക്കാം എന്താണ് ആൻസർ എഴുതിയിരിക്കുന്നത്. ഒന്നുമില്ലെന്ന് ഫ്രീക്വന്റ് ആയിട്ട് അങ്ങനെ ഉപയോഗിക്കാറില്ല. ഇതെന്താ എഴുതി വെച്ചിരിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ആണോ? നോക്കിയേ, ഒന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ പറയാറുണ്ടോ? അങ്ങനെ ഒരു സംഭവമില്ല. എനിക്ക് തിരിച്ചായിരുന്നു ക്വസ്റ്റനെങ്കിൽ ചിലപ്പോ എന്താ ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ? അതെന്താ ഞാൻ ഓർക്കാൻ കാരണം അറിയാം, ഞാനിങ്ങനെ ചില സിറ്റുവേഷനിൽ ഇപ്പൊ പിള്ളേരെന്തെങ്കിലും കാര്യങ്ങളും മറ്റേ ഒന്ന് ആലോചിച്ച് നോക്കി എന്ന് പറയല്ലോ. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് കുറെ നാൾ ഇത് തിരിച്ചിങ്ങനെ അടിക്കാൻ തുടങ്ങി. ഒന്ന് ആലോചിച്ച് നോക്കിയത് അത് നമ്മുടേന്നുള്ള ചില സാധനങ്ങൾ അങ്ങനെ കിട്ടും. അത് ശരിയാ, ചില ആൾക്കാർക്കുണ്ട്. ചില ആൾക്കാർക്ക് ഓക്കെ എന്ത് പറഞ്ഞാലും ഓക്കെ ഓക്കെ ഓക്കെ. ചില ആൾക്ക് മനസ്സിലായില്ലേ ഞാൻ പറയുന്ന കാര്യമാണ് കേട്ടോ. അപ്പൊ അതങ്ങനെ ചെയ്യണോട്ടോ. ചില ആൾക്കാർ ഒരുപാട് നമുക്ക് സംസാരിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വാക്കുകളും നമുക്കിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് തോന്നില്ല, ബോറടിക്കില്ല. ഇപ്പൊ നവാസ്ക എന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് എന്റെ മനസ്സിൽ കിടക്കുന്ന ചില സാധനം ഞാൻ പറയുമ്പോ രേനക്ക് അത് ഓർത്ത് വെക്കണം എന്നില്ല. അങ്ങനെയൊന്നും ഇല്ല. ഓക്കെ, ശരി. അപ്പൊ എന്തായാലും നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്കാണല്ലോ ഒരു ബോറിംഗ് ആയിട്ട് തോന്നുക. ഇപ്പൊ ശരിക്കും ഇവിടെ പനിഷ്മെന്റ് കൊടുക്കേണ്ടത് രഹനയ്ക്കായിരുന്നു. പക്ഷെ എന്റെ കയ്യിൽ നിൽക്കുന്ന പനിഷ്മെന്റ് വന്നിരിക്കുന്നത് വെച്ച് നോക്കുമ്പോ നവാസിക്ക് തന്നെ നവാസിക്ക് അത് ഏറ്റെടുത്തോളൂ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട്. വേറൊന്നുമല്ല, നമ്മുടെ ഈ ഷോയുടെ പേരെന്ന് പറയുന്നത് സുന്ദരി നീയും സുന്ദരം ഞാനുമാണ്. ഓക്കെ, അപ്പൊ നവാസിക്ക രഹനനെ നോക്കിയിട്ട് അതങ്ങ് പറയണം. സുന്ദരി നീയും സുന്ദരൻ ഞാനും. പാട്ട് പാടിയിട്ട് ആ പാട്ടങ്ങ് പാടിയാ പോരെ? പാട്ടങ്ങ് പാടിയാ മതി. രഹനെ നോക്കണം കേട്ടോ. സുന്ദരി നീയും സുന്ദരൻ ഞാനും ചേർന്നിരുന്നാൾ പെരുന്നാള്.
ഇത് പാടാറുണ്ട് വീട്ടിലിടയ്ക്കെങ്കിലും അല്ലേ? ഇൻസ്റ്റന്റ് ആയിട്ട് പെട്ടെന്ന് അതില് നമ്മുടെ പണി ജോലി അതല്ലേ. ആ അപ്പൊ എല്ലാം കറക്റ്റ് ആയിട്ട് വന്നു. ഓക്കെ, അപ്പോൾ അടുത്ത പ്രാവശ്യം ഇനി നോക്കട്ടെ, പനിഷ്മെന്റ് കറക്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ രഹനയ്ക്കായിരിക്കും കേട്ടോ അടുത്തത്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. രഹനയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് സ്വയം ചിന്തിക്കുന്ന ഒരു കാര്യം. രഹനയുടെ ജീവിതത്തിലെ ഏറ്റവും വലുതെന്ന് സ്വയം ചിന്തിക്കുന്ന ഒരു കാര്യം. രണ്ടുപേരും എഴുതണം. അതെന്താണെന്ന് രഹന ഇടയ്ക്കിടയ്ക്കും പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതെന്താണെന്നാണ് നവാസിക്ക് തോന്നുന്നത്. രഹനയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് രഹന ചിന്തിക്കുന്ന ഒരു കാര്യം ഉണ്ടാവും. എന്റെ ഭാഗ്യാണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചതെന്നൊക്കെ നമ്മളിടയ്ക്ക് പറയില്ലേ, അതെന്തെന്നാണ്? നവാസിക്കിനെ കല്യാണം കഴിച്ചതാണോ? എന്താണ്? അതങ്ങ് എഴുതിക്കോളുക. രഹന എഴുതി കഴിഞ്ഞു രഹനയുടെ ഭാഗ്യം എന്താണെന്ന്. കുറച്ച് വലുപ്പത്തിൽ എഴുതണേ. പൊരുത്തമുള്ളവര് പൊരുത്തില്ലാതെ വന്ന് പൊരുത്തില്ലാത്തവര് ഇവിടെ വന്ന് പൊരുത്തമായിട്ട് പോവും. എന്താണ് നവാസിക്ക് എഴുതിയത്? ഞങ്ങൾ ഒരുമിച്ചത്. നവാസ്ക. ആ അപ്പൊ കറക്റ്റ് തന്നെ. ഓ, അപ്പൊ അങ്ങനെയാണ്. ചോദിക്കട്ടെ രഹനയുടെ അടുത്ത്, നവാസ്കയുടെ അടുത്ത് ഏറ്റവും ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് തോന്നുന്ന ഒരു 3 കാര്യങ്ങൾ എന്തൊക്കെയാ ഭയങ്കര പ്ലസ് ആയിട്ട് തോന്നണേ? നവാസ്കക്ക് ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് എപ്പോഴും. പെട്ടെന്നൊന്നും ദേഷ്യമൊന്നും വരില്ല, ഭയങ്കര കൂളാണ്. അപ്പൊ വീട്ടിലെപ്പോഴും ഒരു സമാധാനപരമായ അന്തരീക്ഷം ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പൊ നിങ്ങളുടെ കൂടെ പിന്നെയും ചുണ്ടി എടുക്കുന്നത് രഹനയാണോ? അല്ല, അത് അങ്ങനെയല്ല, അത് വരാറില്ല. അപ്പൊ അതന്നെ ഞാൻ പറഞ്ഞു. അതായത് ഞാൻ ദേഷ്യപ്പെടാതിന്റെ കാര്യം, എനിക്ക് ഒരു കാര്യം എന്റെ അടുത്തേക്ക് വരാറില്ല. കുട്ടികൾ മുഴുവൻ പോണത് എൻ്റെ അടുത്തേക്കാണല്ലോ. അതായത് അവർ ക്ലാസ് കഴിഞ്ഞ് വന്ന് പഠിപ്പിക്കുന്നത്, അവരുടെ മറ്റുള്ള സംഭവങ്ങൾ, സ്കൂളിൽ എന്തെങ്കിലും വിഷയം അത് സോൾവ് ചെയ്യണത്, അവരെന്തെങ്കിലും ആവശ്യപ്പെട്ടു എന്നെ കൊണ്ട് ഉള്ള ആവശ്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എല്ലാം ആ ഇരിക്കുന്ന ആള് ഓക്കെ മക്കളെ എന്ന് പറഞ്ഞിരിക്കില്ലല്ലോ. കാരണം അവരുടെ പ്രായത്തിൽ അവരുടെ ബുദ്ധിക്ക് അനുസരിച്ച് അവര് പറയുന്ന കാര്യങ്ങൾ പറയുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതായിരിക്കാം. അപ്പൊ എനിക്ക് ഭയങ്കര കൂളായിട്ട്. അപ്പൊ ഇതൊന്നും ഞാൻ അറിയുന്നില്ല, ഞാൻ എന്റെ കിടന്ന് പെടേണ്ടതിന്റെ ആവശ്യം എന്താ? ഓക്കെ, അപ്പൊ നവാസിക്ക് അങ്ങനെ ഒരുപാട് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഒരു മോശമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞ നവാസിക്കയുടെ? നവാസ്ക എല്ലാ കാര്യവും അക്സെപ്റ്റ് ചെയ്യും. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഇതൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഫീൽ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് കാണും, ഒരു വിഷമത്തിലേക്ക് പോവില്ല. അപ്പൊ അതെനിക്കൊരു നെഗറ്റീവായിട്ടും തോന്നാറുണ്ട്, പോസിറ്റീവായിട്ടും തോന്നാറുണ്ട്. കാര്യം ചില കാര്യങ്ങൾ നമ്മൾ വിഷമിക്കണമല്ലോ, അത് അങ്ങനെയല്ല. നല്ലതായിട്ടേ കാണുള്ളൂ. ഇനി നമ്മള് വിഷമിപ്പിക്കാന്ന് അറിയില്ല. ഓക്കെ, നേരെ തിരിച്ചു ചോദിച്ചാലോ നവാസിക്ക് രഹനയുടെ എന്താ തോന്നണത്? പ്ലസും മൈനസും എന്താ? പെട്ടെന്ന് പറഞ്ഞു. നോക്കട്ടെ, രഹനയുടെ ഏറ്റവും നല്ല പ്ലസ് കാര്യം എന്താ? രഹനയുടെ പ്ലസ് കാര്യം എന്ന് പറഞ്ഞാല് എത്ര തിരക്കിലാണെങ്കിലും, ഇപ്പൊ നമുക്ക് ഭയങ്കര ടയേർഡാന്ന് വിചാരിക്കും. നമ്മള് ഭയങ്കര ടയേർഡാണെങ്കിലും എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ പുറത്ത് പോയി വന്നു, അതിലിപ്പോൾ ഇന്നിപ്പോൾ ചെയ്യേണ്ട എന്തെങ്കിലും മാറ്റി വെച്ച കാര്യം ഉണ്ടാവും. ക്ഷീണം എന്നുള്ള സംഭവം നമ്മൾ പകല് കണ്ട, പക്ഷെ രാത്രി എവിടെ പോയി കിടന്ന് ഉറങ്ങാന്ന് പറയാൻ പറ്റില്ല. അതായത് തലക്കടിച്ച പോലെ കിടക്കും. പക്ഷെ ഈ പകൽ സമയത്ത് റെസ്റ്റ് ഇല്ലാതെ പക്ഷെ നമുക്കിപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഒന്ന് മയങ്ങാം. ഉച്ചയ്ക്ക് ഒരു സമയത്ത് ഫ്രീ ആണെങ്കിൽ മയങ്ങാന്നിരിക്കുന്ന സമയത്തും വേറെ എന്തെങ്കിലും പണി ചെയ്തുകൊണ്ടിരിക്കും, വല്ല പൂട്ടിയൊക്കെ എടുത്ത് കലക്കിക്കൊണ്ടിരിക്കണ്ടാവും. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ തന്നെ കുട്ടികൾ ക്ലാസ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നേരെ പ്രയറും സംഭവമൊക്കെ കഴിഞ്ഞാൽ അവരുടെ കൂടെ ഇരുന്ന് മറ്റു കാര്യങ്ങൾ ചെയ്യും. ഈ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 15 മിനിറ്റിലും കണ്ണടച്ചില്ലെങ്കിൽ നമുക്കറിയാം രാവിലെ മറ്റുള്ള ജോലിയൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ ഈ സംഭവം നിൽക്കുന്നത്. അതാണ് പോസിറ്റീവ് ആയിട്ടുള്ള. നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കിടന്നുറങ്ങുമല്ലോ, നമ്മൾ തോണ്ടിക്കൊണ്ടിരിക്കും. അതായത് ഞാനിങ്ങനെ അപ്പൊ എനിക്ക് ഉറക്കമത്ത് കാരണം സംസാരിക്കാൻ പറ്റില്ല, ദേഷ്യത്തിൽ അങ്ങനെ ഒന്ന് നോക്കുള്ളൂ. അതായത് മറ്റേ സംഭവം ഉണ്ടല്ല, അത് ഇതിനകത്ത് ഇത് വേറെ സാധനങ്ങൾ, അതായത് അതാണ്. എനിക്ക് ഉറക്കം ഭയങ്കര പ്രശ്നമാണ്. എന്തായാലും റെസ്റ്റ് എടുക്കില്ല. അല്ല, ഞാൻ കല്യാണത്തിന് മുമ്പും സിസ്റ്ററും എന്റെ ഉമ്മയും ഉറങ്ങും. ഉച്ച കഴിഞ്ഞാൽ കിടന്ന് അവർ രണ്ടുപേരും ഉറങ്ങും. പക്ഷെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഇവരെ രണ്ടുപേരും ഇങ്ങനെ തോണ്ടിക്കൊണ്ട്, അപ്പൊ ഇവർക്ക് രണ്ടുപേർക്ക് എന്നെ ഇഷ്ടമല്ല. ഉച്ച കഴിഞ്ഞ എന്നെ കല്യാണം അവരങ്ങോട്ട് പോയി, പിന്നെ ഉച്ചക്ക് ഊണൊക്കെ കഴിഞ്ഞിട്ട് പോയി കിടക്കും. അപ്പൊ എനിക്ക് ഇതിങ്ങനെ കാണുമ്പോ ഭയങ്കര ടെൻഷൻ. ആരും കിടന്നുറങ്ങണ
എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ ഞാനിങ്ങനെ പക്ഷെ അത് അങ്ങനെ ഓർത്ത് തന്നെ ചെയ്യണല്ല, വേറെ പക്ഷെ ആളുടെ സ്വഭാവത്തിന്റെ ഭാഗമായി അത് എങ്ങനെയെങ്കിലും അപ്പൊ ചോദിക്കാനുള്ള എമർജൻസി കുറെ കാര്യങ്ങളുണ്ടാവും അല്ലേ? ഇല്ല, ഒരു കാര്യം ഉണ്ടായിട്ടല്ല, മതി ഉറങ്ങണ്ടെന്നുള്ളൊരു ഇതാ. എഴുന്നേറ്റിരി, നമുക്ക് എന്തായാലും മരിക്കുമ്പോ കിടന്ന് ഉറങ്ങാലോ ധാരാളം. ഇപ്പൊ എന്തിനാ ജീവിച്ചിരിക്കുമ്പോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാൻ കുട്ടികളും ഉറക്കം കുറവാ പകല്. പിള്ളേര് 3 പേരും രാത്രി അത് നന്നായിട്ട് പിടിച്ച് കിടത്തി ഉറങ്ങിയാലേ 3 പേരും ഒരു 11:30-12 മണി വരെയൊക്കെ ചിലപ്പോ ഡാൻസ് ഒക്കെ ചെയ്യണ്ടാവും നിന്ന്. അങ്ങനെയൊക്കെയാണ്. പക്ഷെ പകല് അവരെ കിട്ടില്ല, ഉറങ്ങാൻ കിട്ടില്ല. എന്റെ പോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. അച്ഛന്റെ കാര്യം ഗോവിന്ദ്, അമ്മയെ മക്കളോട് ആക്റ്റീവായിട്ട് നിൽക്കുകയാണ്. ശരി, 3ാമത്തെ ചോദ്യം. നിങ്ങൾ 2 പേരും കൂടി ഏറ്റവും കൂടുതൽ തവണ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു വിഷയം. നിങ്ങൾ തമ്മിൽ ഏറ്റവും കൂടുതൽ അഭിപ്രായ വ്യത്യാസം വഴക്കുണ്ടാക്കിയിരിക്കുന്ന ഒരു വിഷയം, അതെന്താണ്? മാറ്റർ, സബ്ജക്ട് കുറച്ച് വലുപ്പത്തിൽ എഴുതാമോ? ക്യാമറയിൽ ഇതാവുന്ന വണ്ണം കാര്യം മാത്രം ജസ്റ്റ് ഒന്ന് എഴുതിയാൽ മതി, ബാക്കി നമുക്ക് ബ്രീഫ് ചെയ്യാം. ഉണ്ടാവും, ഏതൊരു റിലേഷനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അങ്ങടും ഇങ്ങടും പറയുന്ന ഒരു കാര്യം ഉണ്ടാവുമല്ലോ. അയ്യോ, നിങ്ങൾ കറക്റ്റ് ആൻസർ പറഞ്ഞില്ലേ? ഇത് ആപ്പിൾ തരാം. 2ാമത്തെ ആൻസർ കറക്റ്റ് ആയിരുന്നു. ഇതും കൂടെ പറഞ്ഞു കഴിഞ്ഞിട്ടാട്ടെ ആപ്പിൾ തരാം. കത്തിട്ടോ? കത്തിയണോ? അത് എഴുതി കഴിഞ്ഞോ? ഓക്കെ, ടേൺ ചെയ്തോ, നോക്കട്ടെ. അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുന്നത് കുട്ടികളുടെ സ്റ്റഡീസിന്റെ കാര്യത്തിൽ. ഒരേ കാര്യം ഗ്രാമർ തെറ്റിച്ച് പറയും. എന്താണ് ഒരേ കാര്യം ഗ്രാമർ തെറ്റിച്ച് പറയുന്നത്? അതായത് ഞാനിപ്പോ ഒരു കാര്യം പറയും, അതിനെനിക്ക് അവൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, പക്ഷെ പറയുന്ന ഒരു എക്സാമ്പിൾ ഇട്ട് പറഞ്ഞേക്ക, എങ്ങനെയാന്ന് നോക്കട്ടെ. നിങ്ങളുടെ കോൺവെർസേഷൻ പോലെ തന്നെ പറ. അല്ല, ഇപ്പൊ ഇത് തന്നെയാണ് സെയിം കാര്യം. ഞാനുണ്ടല്ലോ കുട്ടികളെ പഠിപ്പിക്കുകയാണെങ്കിൽ ഭയങ്കര പെർഫെക്ഷൻ ആയിട്ട് ചെയ്യും. അപ്പോ അതിനെ സപ്പോർട്ട് ചെയ്തായിരിക്കും നവാസ്ക സംസാരിക്കുക. പക്ഷെ നവാസ്കയുടെ രീതി കാണുമ്പോ വിചാരിക്കും എന്നെ സപ്പോർട്ട് ചെയ്യാതെ വേറെ തരത്തിലാണ് പോണേന്ന്. ആണോ? അല്ല, ഉദാഹരണം അത് പറയാൻ പറ്റില്ല. ഇപ്പൊ എന്തെങ്കിലും വിഷയങ്ങൾ വന്ന് പറഞ്ഞു കഴിയുമ്പോ ഞാൻ ചൂടാവും. ഇപ്പൊ അങ്ങനെ പിള്ളേരുടെ അടുത്ത് പോയിട്ട് അതെന്താണ് അങ്ങനെ സംഭവിച്ചതെന്ന് പറയുമ്പോ നീ അത് ശ്രദ്ധിക്കണ്ടേ എന്ന് പറഞ്ഞിട്ട്, അത് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നല്ല മൈൻഡിലാണ് നമ്മൾ പറയണത്. അപ്പൊ എന്നോടൊരു കാര്യം പറഞ്ഞിട്ട് അവർ ഉപദേശിക്കാനാണല്ലോ എന്റെ അടുത്ത് പറഞ്ഞേക്കണത്. മനസ്സിലാണ്ട? അതൊക്കെ എന്റെ മനസ്സിലുണ്ടെങ്കിലും എന്റെ ടോണിൽ ചിലപ്പോ ഇത് ഗ്രാമർ മാറിയിട്ട് എനിക്ക് വരും. അപ്പൊ ഞാൻ വിചാരിക്കും അത് ശരി, അവര് ചെയ്തു വെച്ച കാര്യത്തിന് എനിക്കാണോ കംപ്ലൈന്റ്. പക്ഷെ നവാസ്ക എന്റെ അടുത്ത് വഴക്ക് പറഞ്ഞിട്ട് പറയുന്ന കാര്യം അവരെ ഇരിക്കും. പക്ഷെ കുട്ടികളൊന്നും പറയില്ല. പിള്ളേരും പറയുന്ന കേൾക്കുമ്പോ വിചാരിക്കും എന്നെ പറഞ്ഞത്. അപ്പൊ നവാസ്ക പോയി കഴിയുമ്പോ കണ്ട സമാധാനമായാലും വല്ല കാര്യം ഉണ്ടോ എന്ന് പറയും ഇവരെന്റെ അടുത്ത്. അപ്പൊ എനിക്ക് ഭയങ്കര ദേഷ്യം ഒരു കാര്യം എന്താ വെച്ചാൽ ഇത്രയും ചെയ്തു വെച്ച് അത് കഴിഞ്ഞ് ഞാൻ നവാസ്ക അടുത്ത് എന്നിട്ട് ഒരു ഹിന്ദു പരിപാടിയെ കാണിച്ചു നവാസ്ക പറയും ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്തല്ലേ സംസാരിച്ചേ. പക്ഷെ കുട്ടികൾക്കും എനിക്ക് മനസ്സിലായിട്ടില്ല അതൊരു അടവാണോന്നും അറിയാൻ പാടില്ല. ലാംഗ്വേജ് ഇവർക്ക് ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും മുമ്പത്തെ ഇത് ആൻസറും അപ്പൊ കറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കാം. 2നും 3നും കൂടി ആയിട്ട് ഒരു ആപ്പിൾ തരാം. ഓക്കെ, ഇപ്പൊ കഴിക്കട്ടെ? ഇപ്പൊ കഴിക്കാം. കഴിച്ചോ? ആപ്പിൾ ഇഷ്ടല്ലേ? ഫ്രൂട്ട് ഇഷ്ടല്ലേ? ഇഷ്ടമാണ്. പക്ഷെ എന്നാ വെച്ച് നമുക്ക് പിന്നെ കഴിക്കാം. ഓക്കെ, ഞാൻ ആപ്പിളേടെ ഡോക്ടർ എന്നാണ് പറയാ. അതാണ് ഞാനും ചോദിച്ചത്. അതിലെ സ്റ്റിക്കർ എടുത്ത് പീൽ ചെയ്തപ്പോ വന്നിരിക്കണതാ. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക്. ഓക്കെ, അടുത്ത ചോദ്യം. ദിസ് ഓർ ദാറ്റ്, അതായത് ഞാൻ 2 ഓപ്ഷൻ തരും. നിങ്ങൾക്ക് നിങ്ങളുടെ ഫേവറേറ്റ് പേഴ്സണൽ ആയിട്ട് തോന്നുന്നത് എന്താണോ അത് മാത്രം എഴുതുക. ഓക്കെ, സിനിമ തിയേറ്റർ ഓർ OTT, ഇതിൽ ഏത് കാണുന്ന കൂടുതൽ ഇഷ്ടം? തിയേറ്ററിലാണോ OTT ആണോ? ഓക്കെ, ടേൺ ചെയ്തോളൂ, നോക്കട്ടെ. തിയേറ്റർ ആവുള്ളൂ ഒബ്വിയസ്ലി. അതെ, തിയേറ്റർ. ഓക്കെ, ഈ സെഗ്മെന്റ് എല്ലാം കൂടെ കറക്റ്റ് പറഞ്ഞാൽ തരാം കേട്ടോ ആപ്പിൾ. ഓക്കെ, അടുത്തത് നല്ല ഫിഷ് കറി മീൽസ് പോയി കഴിക്കണോ അതോ നല്ല നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുന്നതാണോ ഇഷ്ടം? നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ സാധാരണ നാടൻ ഫിഷ് കറി മീൽസ് ആ റെസ്റ്റോറൻറ്റ് അവിടെ പോയി കഴിക്കുന്നതാണ് ഇഷ്ടം? എനിക്ക് ഊഹിക്കാം, ഫിഷ് മീൽസ് തന്നെ, നാടൻ. ഓക്കെ, അടുത്തത് ടീ ഓർ കോഫി? ആണോ? എന്നാലും തമ്മിപ്പേദം തൊമ്മൻ, അതിലേതാന്ന് നോക്കാം.
പോയി മക്കളെ. ഒരാള് ടീ അല്ല, എനിക്ക് പറഞ്ഞു, ഒരാള് coffee കോഫി പറഞ്ഞു. അതെ പോയി. നിങ്ങൾ എന്താ അല്ല ചായ കാപ്പി ഒന്നും എനിക്ക് കുടിക്കണ്ട? രണ്ടും ഇഷ്ടമല്ല. പിന്നെ എന്തെങ്കിലും എഴുതി വെക്കണ്ടേന്ന് വെച്ച് പക്ഷെ എന്നാലും നമുക്ക് പനിഷ്മെന്റ് കൊടുക്കണ്ടേ? ആ അപ്പൊ പനിഷ്മെന്റ് കൊടുക്കാം. അല്ല ഞങ്ങൾ പനിഷ്മെന്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചത് വെറുതെ ഒരു കാര്യം പോവില്ലേ? ചെയ്യ്, ഈ ആപ്പിള് തിരിച്ചു തരാം. വേണ്ട, ഞങ്ങൾക്ക് വേറെ ആപ്പിൾ ഉണ്ട് ഇവിടെ കേട്ടോ. ആ പനിഷ്മെന്റ് വേണ്ട. എന്താന്നറിയോ, ആക്ടിങ് സെഗ്മെന്റ് ആണ്. ഓക്കെ രഹന, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല. ഓ വീണ്ടും വന്നിരിക്കുന്നത്. രഹന കൂടെ നിന്നോണം കേട്ടോ. ആക്ടിങ് സെഗ്മെന്റാ. അപ്പൊ പറയണം, രഹന നീ ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാനാകില്ല. അത് അഭിനയിച്ച് കാണട്ടെ. അയ്യോ നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല കേട്ടോ. ടോണിലാണോ ആ ഒരു സെന്റൻസ് പറയാ? അതല്ലേ പ്രതീക്ഷിക്കുന്നത്. എന്താ രഹന തിരിച്ചെന്ന് പറഞ്ഞേ? മുമ്പത്തെ പനിഷ്മെന്റ് രഹനക്ക് കിടക്കുന്നതാണ്. പാവ ഇക്കേക്ക് അത് കൊടുത്തതാ. പറ്റില്ല. ഇത്രയും വലിയ അഭിനേത്രിക്കോ? ഇതെല്ലാം ഓൾറെഡി സിനിമയിലുണ്ട്, അപ്പൊ കണ്ടാ പോരെ. പറ്റില്ല, അത് ഞങ്ങൾ തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്തോളാം. ഇത് അതല്ലാണ്ട് ഒന്ന് പറഞ്ഞേ കേക്കട്ടെ. ഇക്ക ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അത് പറയ്. അത് ഉറപ്പായ കാര്യമാണെന്നൊന്നും പറയാൻ പറ്റില്ല. സാരില്ല, പറയ്. എനിക്ക് നവാസ്കില്ലാതെ ജീവിക്കാൻ പറ്റൂല. അയ്യോ എന്താ നിങ്ങൾ തമ്മിൽ വഴക്കധികം ഉണ്ടാവാറുണ്ടോ? ഇല്ലാന്ന് തോന്നുന്നുണ്ട്. അങ്ങനത്തെ പ്രശ്നം ഞാൻ പറഞ്ഞില്ലേ, കുട്ടികളുടെ ഈ പഠിത്തത്തിനായിട്ട് കുട്ടികളുടെ ഇടയിൽ വരുമ്പോഴുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. കുട്ടികളെ സപ്പോർട്ട് ചെയ്യും. അല്ല, കുട്ടികളെ നവാസ്കെ സപ്പോർട്ട് ചെയ്യും. പറഞ്ഞ പോലെ പ്രായത്തിന്റെ ഒക്കെയാണ് അത്. ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അതെ, അതാ ഒരു സ്റ്റേജ്. ഓക്കെ, അടുത്തത് കാറ്റ് ഓർ ഡോഗ്? ഏതാണ്? പൂച്ചയാണോ? ആ ഇഷ്ടം, നിങ്ങൾക്ക് ഇഷ്ടം. വീട്ടില് പെറ്റ്സ് വല്ലതും ഉണ്ടോ? ഇല്ല. എന്തായിരുന്നു? ആ ഇപ്പൊ ഇല്ല. ഓ എഴുതി കഴിഞ്ഞോ? രണ്ടുപേർക്കും ഒരേ ആൻസർ ആണ്. പൂച്ചക്കുട്ടീനെയാണ് രണ്ടുപേർക്കും ഇഷ്ടം, കാറ്റിനാണ് ഇഷ്ടം. ഓക്കെ ശരി. അപ്പൊ അങ്ങനെ ആ സെഗ്മെന്റ് കഴിഞ്ഞു. അതിനപ്പോ ഒരെണ്ണം തെറ്റിച്ചതുകൊണ്ട് ആപ്പിൾ തരുന്നില്ല കേട്ടോ, അതവിടെ ഇരിക്കട്ടെ. അടുത്ത സെഗ്മെന്റ്, അടുത്ത ചോദ്യം. ഒരു സിനിമ കാണാൻ രഹന ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് സിനിമയായിരിക്കും? കാണാനായിട്ട് ഏതോ ഒരു സിനിമ കാണാനായിട്ട് ഒരുപാട് ആഗ്രഹിച്ചു. എഴുതണം. രഹന ഒരുപാട് ആഗ്രഹിച്ചു ആ സിനിമ കാണാൻ. അത് ഏത് സിനിമ കാണാനായിരിക്കും? ഓർമ്മയുണ്ട്, എനിക്ക് ഓർമ്മയില്ല. എനിക്ക് ഓർമ്മ വന്ന്. അത് റിലീസ് ആവാൻ പോകുന്ന മൂവിയാണോ? അല്ല, ഇപ്പൊ കഴിഞ്ഞില്ല. അതിപ്പോ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഇട കാണാനുള്ള ഒരു ഇത് അതല്ല. പോയതില് കാണാനായിട്ട് ഒരുപാട് ആഗ്രഹിച്ചു പോയി കണ്ട ഒരു സിനിമ. അല്ല, രഹനയുടെ മനസ്സിലുള്ള പറഞ്ഞാ മതി രഹനയുടെ മനസ്സിലുള്ളത്. അതെന്താന്ന് രഹനക്ക് കിട്ടുന്നില്ല. ഇത്രേ ഉത്തരങ്ങൾ ആദ്യം എഴുതി കഴിഞ്ഞ രഹനയാ. ഇപ്പൊ രഹനക്ക് കിട്ടുന്നില്ല. ഒരുപാട് ആഗ്രഹിച്ചു പോയി കണ്ട ഒരു സിനിമ. നോക്കട്ടെ, ആശാത്തി ആലോചിച്ചിട്ടും. തെറ്റിപ്പോയി മക്കളെ. ഒരാളും മണിച്ചിത്രത്താഴാണ് എഴുതിയത്. ഇവിടെ ഭ്രമയുഗം. അല്ല, അതെന്ത് പ്രശ്നമെന്നറിയോ? ഞാനിപ്പോ ഈ കാലഘട്ടം നവാസ്കാരുടെ കൂടെ ഉള്ളപ്പോഴല്ലേ മണിച്ചിത്രത്താഴ് ഏത് കാലഘട്ടത്തിലുള്ളത്? പക്ഷെ ഇക്കടെ മനസ്സിലതാ അല്ലല്ല, ആ കഥ നീ പറഞ്ഞു കൊടുക്ക്. എന്താണ് ഈ പടം നീ കാണാൻ ഒരുപാട് ആഗ്രഹിച്ചു, ഒരുപാട് കണ്ടതും? നവാസ്കിന്റെ കൂടെ ഇല്ലല്ലോ. ഇല്ല. അല്ല, അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഇല്ല. രഹനയുടെ അത്രേ ചോദിച്ചിട്ടുള്ളൂ. ആ, നീ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ചിരുന്നത് അതെന്താ ഈ ഡാൻസ് ചെയ്തിട്ടുള്ളതാണ്. അല്ല, അത് അന്ന് ടി വി ഇല്ല വീട്ടില്. അല്ല, ടി വി ഉണ്ട്, പക്ഷെ നമുക്കിങ്ങനെ ഇങ്ങനത്തെ ഒരു ഫെസിലിറ്റി ഇല്ല. നമുക്ക് പാട്ടൊക്കെ ചിത്രഗീതമായിട്ടൊക്കെ പറ്റുള്ളൂ. അപ്പൊ ഞാൻ എനിക്ക് ഈ ഒരു മൂവി ഞാൻ ആദ്യം പോയി കണ്ടു. അപ്പൊ എനിക്ക് ഈ ഡാൻസ് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഞാനത് കുറച്ച് പോർഷൻസ് പഠിച്ചു വെച്ചു. പിന്നെ വീട്ടിൽ വന്ന് കാസറ്റ് വാങ്ങി അതുപോലെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെയും പോയി കാണാൻ. ഞാനും ഉപ്പയും കൂടി പോയി. ആദ്യം ഞങ്ങൾ ഫാമിലി ആയിട്ട് പോയി, പിന്നെ ഞാനും ഉപ്പയും കൂടി പോയി. കുറച്ച് ഭാഗം പഠിച്ചു വെച്ചു, പിന്നെയും പോന്നു. എന്നിട്ട് തീർന്നില്ല. അങ്ങനെ 3 പ്രാവശ്യമായിട്ട് കണ്ടിട്ട് പഠിച്ചെടുത്ത് സ്കൂളിൽ ചെയ്ത് ഫസ്റ്റ് വാങ്ങി. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പക്ഷെ ഞാൻ വിചാരിച്ചു നവാസിക്കയുടെ കൂടെ കൂടിയിട്ട് ഒരുപാട് ഞാൻ ഏത് കാലഘട്ടത്തിൽ ഓർത്തു വെച്ചിട്ടുണ്ടെന്ന് ചിന്തിച്ചാൽ മതി. അതെ, നവാസിക്ക കൂടെ ഉണ്ടായിരുന്ന സമയത്തെ നവാസ്കയുടെ കൂടെ ഉള്ളപ്പോൾ എന്തായാലും കുഴപ്പമില്ല. കൂടുതൽ മനസ്സിലാക്കിയിട്ടുണ്ട് ആളെ. അതാണ് എന്താണ് ഭ്രമയുഗം കാണാൻ ഇത്ര ഇഷ്ടം? ഞാൻ ഇത് ഒരുപാട്, എനിക്ക് ഡ്രാമ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് ഈ മമ്മൂക്കാട് പോസ്റ്റർ ഒക്കെ കാണുമ്പോൾ എനിക്കൊരു ഡ്രാമാറ്റിക് സ്റ്റൈലായിട്ട് ഫീൽ ചെയ്തു. അപ്പൊ ഞാൻ നവാസ്കയുടെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മൂവി വരുമ്പോ എന്നെ കൊണ്ടേ കാണിക്കണം. അപ്പൊ നവാസ്ക എന്റെ അടുത്ത് പറയും,
എന്താ കാര്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, അതൊരു ഡ്രാമാറ്റിക് മൂഡാന്ന് തോന്നണു, എന്തോ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് പ്രാവശ്യം. അപ്പൊ മൂവി ഇറങ്ങിയിട്ടില്ല, ഒന്നും ആയിട്ടില്ല. കുറേ നാൾ മുമ്പേ ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞ് കണ്ട മൂവി. അതുകൊണ്ട് തന്നെ അത് കണ്ടോണ്ടിരിക്കുമ്പോ ഇവിടെ രോമാഞ്ചം വരുന്നു. ഈ ക്യാരക്ടർ ഞാൻ വളരെ ടെൻഷനോട് കൂടി ഇപ്പൊ ചെയ്തിട്ടുണ്ട്. നമ്മുടെ അമ്മയുടെ കുടുംബസംഘം ഉണ്ടായിരുന്നല്ലോ, അതിനകത്തൊരു സ്കിറ്റ് വരുന്നുണ്ട്, പ്രേതങ്ങളുടെ മറ്റേ അവാർഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട്, പ്രേതങ്ങൾ നടത്തുന്ന ഒരു അവാർഡ് നൈറ്റ്. അപ്പൊ അങ്ങനെ അതിനകത്ത് ഒഴിപ്പിക്കുന്ന ഒരുപാട് ക്യാരക്ടേഴ്സ്, ഇപ്പൊ തിലകൻ ചേട്ടന്റെ ക്യാരക്ടർ, മനസ്സിലായ ക്യാരക്ടർ വരുന്നുണ്ട്, ബ്രഹ്മയുഗത്തിലെ ഈ മമ്മൂക്കാടെ ക്യാരക്ടർ വരുന്നുണ്ട്. അപ്പൊ ആ ക്യാരക്ടർ ഞാനാ ചെയ്തത്. അപ്പൊ ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ മമ്മൂക്ക ഇരിക്കുകയാണ്. ഞാൻ മമ്മൂക്കാനെ കണ്ടിട്ടില്ല കേട്ടോ. ഈ സ്കിറ്റ് നടക്കുമ്പോ നമുക്ക് അവിടെ ഇരിക്കേണ്ടതെന്ന് എനിക്ക് ആ ടെൻഷൻ ഇപ്പോഴും മാറിയിട്ടില്ല. എങ്ങനെയാണ് അത് കണ്ടിട്ട് നമുക്ക് കാണാൻ പറ്റില്ല, നമുക്ക് അത് കഴിയുമ്പോ പോയി. പക്ഷെ എനിക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഒന്ന് ഇങ്ങനൊരു അബദ്ധം ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് പറയണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതിനുള്ള ചാൻസ് കിട്ടിയില്ല. ഓക്കെ, എന്തായാലും എല്ലാ പനിഷ്മെന്റും ഏറ്റുവാങ്ങാൻ ഇവിടെ നവാസിക്കുണ്ടല്ലോ. എന്താണ് അടുത്ത പനിഷ്മെന്റ് നോക്കട്ടെ. അപ്പൊ അടുത്ത പനിഷ്മെന്റ് എന്തായാലും നവാസിക്ക് പറ്റിയതാണ്. ഒരു പാരഡി സോങ് ആണ് വേണ്ടത്. നവാസിക്കയുടെ വക ഒരു നല്ലൊരു പാരഡി ഗാനം പാടിക്കോളൂ നവാസിക്ക. ഡിങ് ഡിങ്, നല്ലൊരു പാട്ടുകാരനാണ്, പിന്നെ പാട്ട് പാടുമോ എന്ന് ചോദിക്കേണ്ട ആവശ്യമേ ഇല്ല. ഞാന് മറ്റേ കൊച്ചി മിമ്മിക്ക് എഴുതിയൊരു പാരഡി ഉണ്ട്. നമ്മള് പണ്ട് കവാസക്കി ബൈക്ക് ഉണ്ടല്ലോ, അത് എടുത്ത് ഒരുത്തം പോകുന്നതാ പുറത്തേക്ക്. അവന് ഓടിക്കാൻ അറിയില്ല, അതുകൊണ്ട് ഒരുത്തം പോകുന്നതാ. ഒരു മാപ്പിളപ്പാട്ടിന്റെ ഇതിലാ, റസാക്കിന്റെ കവാസാക്കി ഒരെമ്പോക്കി ഹലാക്കാക്കി ഒരങ്കുത്തി മരത്തടിയിൽ കവാസാക്കി 2 പീസാക്കി വെളിവില്ലാതെ സ്പീഡാക്കി അവനെങ്ങോട്ടോ കണക്കാക്കി തോടും ചാടി സൂപ്പാക്കി കിടക്കണ താഴെ രണ്ടാക്കി. വീട്ടിലെപ്പോഴും പാട്ട് പാടിക്കൊണ്ടേ ഇരിക്കുവോ? പാട്ട് ഇഷ്ടമാണ്. എപ്പോഴും പാടുവോ? ഇല്ല, ഞാൻ പാടാറില്ല. അപ്പൊ എന്നും ഇദ്ദേഹം ഇങ്ങനെ പാടുന്നതൊക്കെ കേൾക്കാറുണ്ട്. ഓക്കെ, രാമസിക്ക് എന്ത് തരത്തിലുള്ള ഗാനങ്ങളോടാ കൂടുതൽ ഇഷ്ടം? എപ്പോഴും പഴയ മെലോഡിയസ് ആയിട്ടുള്ള പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടം. ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ട് ഏതാ? കുറെ പാട്ടുകളുണ്ട്. ഏറ്റവും കൂടുതൽ ജേട്ടൻ പാടിയ പാട്ട്, ദാസൻ പാടിയ പാട്ടുകളൊക്കെ തന്നെ. ഇപ്പോ മോഹം കൊണ്ടു ഞാൻ, അതൊക്കെ ഭയങ്കര ഇഷ്ടം. ഓക്കെ, ഇനി നമുക്ക് കുട്ടികളുടെ വിശേഷങ്ങൾ സെഗ്മെന്റ് എല്ലാം കഴിഞ്ഞു. ഓക്കെ, കുട്ടികളുടെ വിശേഷങ്ങളും കൂടെ പറയൂ. കുട്ടികളെ 3 കുട്ടികളാണ്, ഒരു പെൺകുട്ടിയും 2 ആൺകുട്ടികളും. മൂത്താൾ എന്ത് ചെയ്യണു? മൂത്താള് ഡിഗ്രി BSc സുവോളജി. മൂത്താളാണ് പെൺകുട്ടി. പിന്നെയുള്ള 2 മക്കള് നെഹറിൻ. ഓക്കെ, രണ്ടാമത്തെ കുട്ടികള്? രണ്ടാമത്തെ ആള് റിഹാൻ 11th, മൂന്നാമത്തെ ആള് 6th. വിദ്യോദയയിലാണ്. റിഹാനും റിദ്വാനും. റിദ്വാനാണ്, പക്ഷേ പക്ഷെ അത് ആർക്കും കിട്ടാത്തോണ്ട് ഇപ്പൊ. പക്ഷെ അത് അറബിക് അവിടെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവര് ഡീക്ക് ലോയെ പറയുള്ളൂ. RID എന്നിട്ട് അവിടെ ലോയ, നമുക്ക് ലോയാണ് വേണ്ടത്, റിദ്വാനാണ്. പക്ഷെ ഇവിടെ ആർക്കും ടീച്ചേഴ്സിനൊന്നും പറ്റില്ലല്ലോ, അപ്പൊ അത് റിദ്വാൻ എന്ന് പറയും. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ സെഗ്മെന്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. സുന്ദരന്റെയും വിശേഷങ്ങളൊക്കെ കേട്ടു. ഇപ്പൊ നിങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് February 7th വരാൻ പോണ ഇഴ തന്നെയാണ്. അതിന്റെ പ്രൊമോഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തോ? എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാര്യങ്ങൾ പോസ്റ്ററൊക്കെ വന്നു. അടുത്ത സ്റ്റെപ്പായിട്ട് അടുത്ത കാര്യങ്ങളായിട്ട് വരും. ഓക്കെ, ഇനി നിങ്ങൾ ഒരുമിച്ച് ആണെങ്കിലും ഒരുമിച്ച് അല്ലാതെ ആയിട്ടാണെങ്കിലും സിനിമകൾ വന്നാൽ 2 പേരും ചെയ്യാൻ ബില്ലിംഗ് ആയിട്ട് നിൽക്കുകയാണ്. നവാസിക്ക പിന്നെ എപ്പോഴും ഇന്നായിട്ട് നിൽക്കുന്നു, റേനയും ബില്ലിംഗ് ആണ്. അല്ല, നമ്മൾ അങ്ങനെ ഒരു തീരുമാനത്തിലൊന്നും ഇല്ല. ഇപ്പൊ ഇത് സംഭവിച്ചു, അത് ഭംഗിയാക്കി, നമ്മുടെ ഭാഗത്തുനിന്നുള്ള ഒരു എഫേർട്ട് ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ മാക്സിമം ആത്മാർത്ഥമായി ചെയ്തിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് അത് ചെറിയൊരു പടമാണ്, അത് ആളുകൾ സ്വീകരിച്ചാൽ നമുക്ക് ഒരുപാട് സന്തോഷം. ഓക്കെ, ബാക്കിയെല്ലാം നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം അല്ലേ?